ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് ഈ വ്യക്തിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഈ വ്യക്തിയെ അമിതമായിട്ട് തന്നെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരൊരുപാട് മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് കാണുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫ് തന്നെ മറ്റു വ്യക്തികളാലെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് പോലെ ആയിരിക്കാം. അവർക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട ഒരു സമയമായിരിക്കാം. പക്ഷെ ആ ഒരു സമയത്തെല്ലാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് നൽകാനോ ഒന്നും കഴിയാത്തതിൽ അവർ ഭയങ്കരമായിട്ടുള്ള വേദന അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഉണ്ടാവാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. ലൈഫിൽ ഏതൊരു സമയത്തും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള നെഗറ്റിവിറ്റീസിനോടൊപ്പം നിങ്ങളുടെ ആബ്സെൻസ് കൂടി ആയപ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സപ്രഷൻ ഫീൽ ചെയ്യാണ്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും നിഷ്കളങ്കതയോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സെപ്പറേഷൻ ടൈം അവർക്ക് ഓവർകം ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ചു ചേരണമെന്ന് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുകയാണ്. ആ ഒരു നിമിഷമാണ് അവരുടെ ലൈഫിനൊരു ഒരു പൂർണ്ണത ഉണ്ടാവുന്നത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തിലെങ്കിലും നിങ്ങളുടെ അരികിൽ ഓടിയെത്താൻ ഒരു അവസരം ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഈ ഓരോ മൊമെന്റിലും അവർ ആ ഒരു ചിന്തയിലാണുള്ളതെന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അത്രയധികം അവരെ സാഹചര്യങ്ങള്, അതായത് അവർക്ക് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തിയെ വളരെയധികം ശക്തമായിട്ട് ഒപ്പോസ് ചെയ്യാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഒത്തിരി ഒത്തിരി തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നത് തന്നെയും ഇതെല്ലാം ഈ ഒരു കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണം. ഒരു ഫയർ എനർജിയാണ് കാണുന്നത്. അതായത് ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ഇത്രയും ഒപ്പോസിഷൻസ് ഉണ്ടെങ്കിലും അതിനെല്ലാം തകർക്കാനുള്ള ഒരു ഇന്റൻസ് ഡിസയർ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. തീവ്രമായിട്ടുള്ള ആഗ്രഹം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടെന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അവർക്ക് ഒരു ഇല്യൂഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഈ ഒരു സാഹചര്യം എല്ലാം അവർക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സമയം വരെയും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമോ, ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ള അമിതമായ ചിന്ത ഈ വ്യക്തിയിലുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ ആബ്സെൻസ് ഒത്തിരി ഒത്തിരി സഫർ ചെയ്യാണ്. ഓരോ മൊമെന്റിലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നു. മേ ബി ലൈഫിലെ ഓരോ മൊമെന്റും അവരുടെ ഹാപ്പി സിറ്റുവേഷൻസ് ആയിരുന്നാലും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നപ്പോൾ അവർക്ക് ലൈഫിനൊരു ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ ആ ഒരു പോസിറ്റീവ് എലമെന്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോഴാണ് കൂടുതലായിട്ട് റിയലൈസ് ചെയ്യുന്നത്. ഒരുപാട് ലൈഫ് ലെസൺസ് ഇതിനോടകം തന്നെ അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മൊമെന്റിലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം അവര് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. മേ ബി ഈ വ്യക്തി വളരെയധികം ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവാം. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു സഫറിങ്സ് ആണ് ഈ വ്യക്തിക്കുള്ളത്. അതായത് പാസ്റ്റിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചിന്ത റിപ്പീറ്റ് ആയിട്ട് തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ സങ്കടപ്പെടുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു നിമിഷം നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനും റീയൂണിയൻ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുകയാണ്. ആൻഡ്
അവയർനെസ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിക്കൺസിലേഷൻ ആണ് അവരുടെ ലൈഫിലെ പർപ്പസ് എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യാണ്. അത്രയും ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാവാണ്. നിങ്ങളും അവരും ഒന്നിച്ചു ചേരുന്ന നിമിഷത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അവർക്ക് ഇനിയും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ഇത്തരം സാഹചര്യം അവരുടെ ലൈഫിൽ അവർക്ക് ഇതുവരെ ഇത്തരം നെഗറ്റിവിറ്റി അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അവര് ഓരോ മൊമെന്റിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത്രമാത്രം അവര് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ കഴിയാതെ വേദനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് നമുക്ക് നോക്കാം. I can't sleep well because of this separation. Hope you will understand me. Okay. ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ ടൈമിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് right now I am realizing that I was selfish and immature. Please forgive me and I'm sorry. Okay. ഈ ഒരു നിമിഷവും അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ അവരോട് നിങ്ങൾ ക്ഷമിക്കുക, അത്രയും അവർ നിങ്ങളോട് സോറി പറയാണ്. ഓക്കെ, ആൻഡ് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ. ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് ആത്മബന്ധം ഫീൽ ചെയ്യുന്നു. സോൾ കണക്ഷൻ. ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്. ഐ ലവ് യു സോ വെരി മച്ച്. ലവ് യു എ ലോട്ട്. ഇപ്പോഴും അവരുടെ ഹൃദയത്തിന്റെ കീ നിങ്ങളുടെ കൈകളിലാണുള്ളത്. അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ആൻഡ് I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay. നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ അവർ ഏറ്റവും വലിയൊരു ഭാഗ്യശാലിയാണ് എന്ന് കരുതുന്ന വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ആ നിമിഷങ്ങളെയും അതായത് ആ മണിക്കൂറുകളെയും ഒക്കെ അവർ എണ്ണി കാത്തിരിക്കുകയാണ്. ആൻഡ് ഓക്കെ, ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ. ഓക്കെ, മേ ബി ഈ ഒരു നിമിഷത്തിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ പിക്ചർ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് അത്രയും വേദന ഉണ്ടാക്കുകയാണ്. തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അത്രയും സന്തോഷം ഉണ്ടാവുന്നത്. I just feel so much for you. I would like to come to you, but I fear you will never forgive me. Okay. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്.